യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, ദൈവനാമം എപ്പോഴും മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മൾ ഓശാന തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ രാജകീയമായ ജെറുസലേം പ്രവേശനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 19 അധ്യായം 30 തിരുവചനം. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ബന്ധനത്തിലായിരിക്കുന്ന ഈ ലോകത്തിൻ്റെയും പൈശാചികതയുടെയും ബന്ധനത്തിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും യേശുക്രിസ്തു വഴി ഇന്ന് വിമോചനം തന്ന് കർത്താവ് വീണ്ടെടുക്കുന്ന ദിവസമാണ്. ആ യേശുക്രിസ്തു ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളെയും, തിന്മയുടെ ആധിപത്യങ്ങളെയും, ജഡത്തിൻ്റെ വ്യാപാരങ്ങളെയും എല്ലാം ഈ നിമിഷം ഈ വചനം കേൾക്കുന്ന വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും ഈശോ വിശുദ്ധീകരിച്ച് അവിടെ നിന്നും ആ തിന്മയുടെ ശക്തികളെ ഈ നിമിഷം ബന്ധിച്ചു മാറ്റുന്നു. ആരും ഉപയോഗിക്കാതെ കിടന്ന കഴുതയാണ് അഴിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ലോകം നിങ്ങളെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെ അഴിച്ചു കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ നിർത്തുമ്പോൾ, വളരെ നിഷ്കളങ്കനായി എളിമയോടെ തല താഴ്ത്തി നിൽക്കുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരുടെയും പുറത്തു കയറി ആ ഈശോ ഇന്ന് സഞ്ചരിക്കും. ഈശോ നിങ്ങളുടെ പുറത്തു കയറി സഞ്ചരിക്കുന്ന സമയം ലോകം നിങ്ങളെ ആദരിക്കാൻ തുടങ്ങും. ലോകം നിങ്ങളെ ആദരിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ മിടുക്ക് കൊണ്ടാണ്. നിങ്ങളുടെ പുറത്തു കയറി സഞ്ചരിക്കുന്നവനെ കണ്ടുകൊണ്ടാണ്. നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, യേശു നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ലോകം നിങ്ങളെ ആദരിക്കുവാൻ തുടങ്ങുന്നത്. ആയതിനാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, സ്വയം നമുക്ക് എളിമപ്പെട്ടുകൊണ്ട് ഈശോയ്ക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു വാഹനമായി മാറുവാൻ, ഒരു കഴുതയായി മാറുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് തലകുമ്പിട്ട് പശ്ചാത്താപ വിവശനായി, കർത്താവേ, ഇതാ ഞാൻ വന്നിരിക്കുന്നു, നീ എൻ്റെ പുറത്തു കയറി യാത്ര ചെയ്താലും എന്ന് ഈശോയോട് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസം തുടങ്ങാം. ദൈവം നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയുടെ മേലും ഇടപെടുന്നതിനും ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങളൊരനുഗ്രഹമായി മാറുന്നതിനും സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോയ്ക്ക് ജയ് വിളിക്കുന്ന നിങ്ങളുടെ ഓരോ നാവിനെയും, ഈശോയെ രാജാവായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയെയും, ദൈവവും രക്ഷകനുമാണെന്ന് ഏറ്റുപറയുന്ന ഓരോ വ്യക്തിയെയും ദൈവം ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
ലോകത്തിൻ്റെ മുന്നിൽ അവർ ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് അവരുടെ പുറത്തു കയറി സഞ്ചരിക്കുന്ന എളിമയുള്ള ഒരു കഴുതയായി നിങ്ങൾ മാറട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.